ഹായ്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഹെൽത്തിയായി, ഹാപ്പിയായി, ഫിറ്റായി ഇരിക്കുന്ന ഒരു ഫ്യൂച്ചർ നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് വളരെ ഗൗരവമുള്ള, എന്നാൽ നമ്മുടെയൊക്കെ ജീവിതവുമായി അത്രമേൽ അടുത്ത് നിൽക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. സാധാരണഗതിയിൽ ഈ വിഷയം ലൈഫ് ലോങ് നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇതിന്റെ മഹത്വം അല്ലെങ്കിൽ ഇതിന്റെ ഭവിഷ്യത്ത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഈ കോഴ്സിന്റെ ഭാഗമായി മാറിയത്, ഫാമിലിന്റെ ഭാഗമായി മാറിയത്. മറ്റൊന്നല്ല, ഒബീസിറ്റിയാണ്. ഒബീസിറ്റി ഈസ് ദ മദർ ഓഫ് ഓൾ ഡിസീസസ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് വിലയിരുത്താനുള്ള ഒരു അവസരമാണ് ഇതുപോലത്തെ ഒത്തുകൂടൽ നമ്മളെ സഹായിക്കുന്നത്. അതിനെ മറികടക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നിരന്തരമായി ചെയ്യേണ്ടത്? അറിവിനേക്കാൾ കൂടുതൽ തിരിച്ചറിവായിട്ട് നമ്മളെ കയ്യിൽ എന്താണ് വേണ്ടത് എന്നുള്ളത് കുറച്ച് സമയം നീളുന്ന ഈ ചർച്ചയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് സമയമില്ല, തിരക്കാണ്, നാളെയാകട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ മാറ്റിവെക്കും. അങ്ങനെയുള്ള മടിയന്മാർക്ക് ഒരേപോലെ പ്രായോഗികമായി ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന കുറച്ച് ലളിതമായ വഴികളാണ് ഉദാഹരണ സഹിതം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ വിലപ്പെട്ട എക്സ്പീരിയൻസുകൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഇതുപോലത്തെ ഗാദറിംഗ് ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പറയാനുണ്ടാവും നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ. അതൊക്കെ കേൾക്കാൻ ആഗ്രഹമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന രണ്ട് വലിയ കള്ളങ്ങളാണ് പലപ്പോഴും. ജിമ്മിൽ പോകാതിരിക്കാനും ഡയറ്റ് ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായി പറയുന്ന രണ്ട് കള്ളങ്ങളാണ്. ഒന്ന് മടിയാണ്, മറ്റൊന്ന് തിരക്കാണ്. നമുക്കൊരു ലളിതമായ കണക്കിലൂടെ ഇതിന്റെ യുക്തി നമുക്ക് പരിശോധിക്കാം. നാളെയാവട്ടെ നാളെയാവട്ടെ എന്ന് പറഞ്ഞ് മടി വരും. ഇപ്പൊ എനിക്ക് സമയമില്ല, കുറച്ച് തിരക്കുകളൊക്കെ കഴിയട്ടെ, എന്നിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യാം, ഡയറ്റ് ഫോളോ ചെയ്യാം, ഒബീസിൽ നിന്ന് രക്ഷപ്പെടാം എന്നൊക്കെ വിചാരിക്കും. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു കണക്ക് ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഒരു ദിവസം നമുക്കുള്ളത് 24 മണിക്കൂറാണല്ലോ. 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 1440 മിനിറ്റ്. ആരോഗ്യമുള്ള ഒരു ശരീരത്തിന് ദിവസവും വേണ്ടത് വെറും ഒരു 30 മിനിറ്റ് വ്യായാമമാണ്. മാത്രമല്ല, ഒരു 80% നമ്മുടെ ഭക്ഷണത്തിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകൾ പ്രോപ്പറായിട്ട് നമ്മൾ കൊണ്ടുവരും. അതായത് ദിവസത്തിന്റെ വെറും 2.8 മാത്രമാണ് നമുക്ക് എക്സസൈസിനായിട്ട് മാറ്റിവെക്കുന്നത്, അഥവാ 20%. ബാക്കി 97.9 സമയവും നമ്മുടെ മടിക്ക്, തിരക്കുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ 2% സമയം ശരീരത്തിന് നൽകാൻ നമ്മൾക്ക് പറ്റുന്നില്ല എങ്കിൽ എത്ര വിരോധാഭാസമായ കാര്യമാണ്. ഒന്ന് ആലോചിക്കുക. നമ്മുടെ സ്മാർട്ട് ഫോണൊക്കെ കേടായി കഴിഞ്ഞാൽ എന്താണ് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുക? ചാർജ് ചെയ്യും. നിങ്ങളൊരു ബിസി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളാണ്, എത്ര തിരക്കാണെന്നുണ്ടെങ്കിലും 5% ആണ് അതിന്റെ ചാർജ് എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അതിനെ നമ്മൾ ഫേസ് ചെയ്യുക? എത്ര തിരക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാർജിലിടും. നമ്മളിപ്പോ പറയുന്നത് ജോലിയുടെ തിരക്കാണ്, വ്യായാമം ചെയ്യാൻ സമയമില്ല എന്നൊക്കെ. അപ്പൊ ഈ ഒരു ഉദാഹരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് നോക്കൂ. ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയ സമയത്ത് മറ്റെവിടെയും ചാർജിങ് സ്റ്റേഷൻ ഇല്ലാത്തത് കൊണ്ട് ലൈനിൽ നിന്നിട്ട് 10 രൂപ കൊടുത്ത് ഫുൾ ചാർജ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ചാർജിങ് സ്റ്റേഷൻ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഈ ഷോപ്പുകളിൽ ചാർജിങ് സ്റ്റേഷൻ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ലൈനിൽ നിൽക്കുക, ചാർജ് ചെയ്യുക, ഒരു കാർഡ് കിട്ടും. ആ കാർഡ് നമുക്ക് തിരിച്ചു കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ചാർജ് ആയിട്ട് മൊബൈൽ തരും, 10 രൂപ തിരിച്ചു കൊടുക്കുക. അപ്പൊ ഇത്രമേൽ നമ്മൾ മൊബൈലിന് പ്രാധാന്യം കൊടുത്തത് കൊണ്ടല്ലേ
എവിടെയാണെന്നുണ്ടെങ്കിലും നമ്മൾ തേടിയിട്ട് എത്തുന്നത്. കാരണം ഫോൺ ഓഫായി കഴിഞ്ഞാൽ നമ്മുടെ ആശയവിനിമയം നിൽക്കും. ഇതുപോലെ തന്നെയാണ് ശരീരവും. ശരീരം എന്ന ബാറ്ററി ചാർജ് ചെയ്യാൻ വ്യായാമത്തിലൂടെയും നല്ല ഭക്ഷണത്തിലൂടെയും മാത്രമേ കഴിയുള്ളൂ. അത് കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം മുഴുവനായിട്ട് അടഞ്ഞു പോകും. പിന്നെ എന്താണ് പരിഹാരം? ഒന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രധാനമായിട്ട് നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എങ്കിൽ തന്നെ ഞാൻ നിങ്ങളോട് ഒന്ന് ഓർപ്പിക്കുക. നമ്മൾ വലിയ മീറ്റിങ്ങുകളോ അല്ലെങ്കിൽ വീട്ടിലെ തിരക്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ, ഇവിടെ ബിസി പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകളും ഹൗസ് വൈഫാണ് മെയിനായിട്ടുള്ളത്. ദിവസവും രാവിലെ ഒരു 20 മിനിറ്റ് കിട്ടും അല്ലേ? രാവിലെ നമുക്ക് മോർണിംഗ് ചെയ്യുന്ന പ്രവർത്തികൾ ഷെഡ്യൂൾഡ് ആയിരിക്കും. കാരണം നമ്മുടെ ശരീരത്തിന്റെ ഘടന തന്നെ രാവിലെകളിലാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ രാവിലെകൾ പല കാര്യങ്ങളും ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഒരു മെഡിറ്റേഷനും പ്ലസ് ചെറിയൊരു എക്സസൈസും ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് ഫോണും ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോക്കസ് ചെയ്യാൻ പറ്റും. ഈ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ലിഫ്റ്റിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ, ഓഫീസിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കുറച്ച് ദൂരെ കാറ് പാർക്ക് ചെയ്യുക. എന്നിട്ട് ശേഷം ഓഫീസിലേക്ക് നടന്നു വരാം. തിരക്കുള്ളവർക്ക് ജിമ്മിൽ ചിലപ്പോൾ പോവാൻ കഴിഞ്ഞോളന്നില്ല. പക്ഷെ ഇങ്ങനത്തെ ഇതുപോലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഒരു ആക്റ്റീവ് ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കും. ഇനി മടിയന്മാരായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഇവരെന്താ പറയുക? നാളാവട്ടെ മറ്റന്നാവട്ടെ. ഇങ്ങനത്തെ ആൾക്കാർക്ക് കുറഞ്ഞ അധ്വാനം മികച്ച ഫലം. എനിക്ക് മടിയാണ്, നടക്കാൻ പോകാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള ധാരാളം ആളുകളുണ്ട്. മടിയെ നമുക്ക് യുക്തിപരമായിട്ട് തന്നെ നേരിടാൻ പറ്റും. ഉദാഹരണം, നമ്മൾ ഒരു FD ഡെപ്പോസിറ്റ് ചെയ്യണം, ബാങ്ക് ഡെപ്പോസിറ്റ്. നമ്മൾ ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭാവിയിൽ അധ്വാനിക്കാതെ പലിശ കിട്ടാൻ വേണ്ടിയിട്ടാണ്. വ്യായാമവും ഇതുപോലെയാണ്, ഒരു നിക്ഷേപമാണ്. ഇത് നമ്മൾ കഷ്ടപ്പെട്ട് അരമണിക്കൂർ നടന്നാൽ നിങ്ങളുടെ മെറ്റബോളിസം ഇൻക്രീസ് ആവും. അഥവാ ഭക്ഷണം ഊർജ്ജമാക്കുന്ന പ്രക്രിയയാണ് മെറ്റബോളിസം, അത് വർദ്ധിക്കും. അതായത് നിങ്ങൾ പിന്നീട് കസേരയിൽ മടി പിടിച്ചിരിക്കുമ്പോൾ പോലും നിങ്ങളുടെ ശരീരം കൂടുതൽ കലോറി ദഹിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതിലും വലിയൊരു ലാഭം ഒരു മടിയന് കിട്ടാനുണ്ടാകും. അപ്പോൾ മാക്സിമം കിട്ടുന്ന ടൈം എന്ത് ചെയ്യുക? നമ്മളെ ബോഡിനെ എപ്പോഴും ഇങ്ങനെ ചെറിയ രീതിയിൽ മൂവ്മെന്റുകൾ നടത്തിക്കൊണ്ടിരിക്കുക. വ്യായാമം ചെയ്യാൻ മടിയാണെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിയന്ത്രണം വരുത്തുക. ഇവിടെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല, മറിച്ച് ചില കാര്യങ്ങൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ മതി. ഉദാഹരണത്തിന് ചായയിൽ പഞ്ചസാര ഒഴിവാക്കുക, ബേക്കറി പലഹാരങ്ങൾ വാങ്ങാതിരിക്കുക, കുറക്കുക, വീട്ടിലേക്ക് അടുപ്പിക്കുക. നമുക്ക് അവസരം കിട്ടുന്ന സമയത്താണ്, ഒരു സങ്കടം ഞാൻ പറയട്ടെ, നമുക്ക് അവസരം കിട്ടുന്ന സമയത്താണ് പലപ്പോഴും നമ്മൾ ട്രാപ്പിൽ പെടുന്നത്. അവസരങ്ങളില്ല, ഭക്ഷണം നമുക്ക് പ്രോസസ് ഫുഡുകളില്ല, ബാഡ് കലോറികളില്ല, നമ്മളെ പ്രൊമോട്ട് ചെയ്തിട്ട് ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ആളുകളില്ല, എങ്കിൽ നമ്മൾ നമ്മളെ കൺട്രോളിൽ നിൽക്കും. അവസരങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് കൺട്രോൾ കിട്ടൂല, നമ്മൾ അറിയാതെ അടിച്ചു പോകും. മനസ്സിലാവണ്ടോ? ഇത് മടിയന്മാർക്ക് പറ്റിയ നല്ലൊരു അടിപൊളി സൂത്രമാണ് ഞാൻ പറയുന്നത്. ഇനി ഒരു 5% റൂൾ ഉണ്ട്, 5 മിനിറ്റ് റൂൾ. ഇതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, ഈ നടക്കാൻ പോകാൻ മടിയുള്ള ആൾക്കാർ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഒരു 5 മിനിറ്റ് മാത്രം നടക്കാൻ വേണ്ടി റെഡി ആവാം. അങ്ങനെയെങ്കിൽ നിങ്ങളെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു വാക്കിംഗ്, ഒരു 5 മിനിറ്റ് നടക്കണം. ഈ 5 മിനിറ്റ് ക്രമാതീതമായിട്ട് 20 മിനിറ്റ് ആയിട്ട് മാറിക്കോളും. അപ്പൊ എത്ര കലോറി ബേൺ ചെയ്യാൻ പറ്റും? പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എപ്പോഴും ഒരു ഗൈഡോ കോച്ചോ കിട്ടിക്കൊള്ളുന്നില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെയും ഇത് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾക്ക് അവരെ ഫോളോ അപ്പ് ചെയ്യാനോ നിങ്ങൾ അവരെ കണക്ഷനിൽ ഉണ്ടാവാനോ കഴിഞ്ഞോളുന്നില്ല. പക്ഷെ നിങ്ങൾ കറക്റ്റായിട്ട് ഈ അമിതവണ്ണത്തിന്റെ അഥവാ ഒബീസിറ്റിയുടെ റിയാലിറ്റി, അപകടങ്ങൾ അറിയൽ അത്യാവശ്യമാണ്. ഇതൊരു ഭംഗിക്കുറവ് മാത്രമല്ല പലപ്പോഴും കാണുന്നത്, എന്നാൽ നമുക്ക് അസുഖങ്ങൾ എത്രയാണ് വ്യക്തി വെക്കുന്നത്. നമ്മൾ കാറിന്റെ ടയർ ഒന്ന് ഉദാഹരണം എടുത്ത് നോക്കി, ഒരു ചെറിയ ആൾട്ടോ കാറിൽ വലിയ ലോറിയുടെ ലോഡ് കയറ്റി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. നമ്മളെ പല ആൾക്കാരുടെ ശരീരം ഇതുപോലെയാണ്. എന്നിട്ട് നമ്മൾ ഖേദിക്കുക, എന്നിട്ട് എന്നെ കൊണ്ട് ആവണില്ല എന്ന് പറയട്ടെ, വീണ്ടും തിന്നും. അതിന്റെ ടയറുകൾ പൊട്ടൂലേ, എഞ്ചിന് കേടാവും അല്ലേ, അതിന്റെ സസ്പെൻഷനുകളൊക്കെ തകരാറില്ല. നമ്മുടെ ശരീരം ഇതുപോലെയാണ്. അതിന്റെ ഉയരത്തിനനുസരിച്ചുള്ള, നമ്മളെ നീളത്തിനനുസരിച്ചുള്ള മണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ അത് താങ്ങേണ്ടി വരുന്നത്
നമ്മുടെ കാൽമുട്ടുകളും രക്തധമനികളും ഹൃദയവുമാണ്. അപ്പൊ നമുക്ക് എന്താ ഉണ്ടാവും? പ്രമേഹം ഉണ്ടാവും, പിന്നെ ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാവും, BP ഉണ്ടാവും, ഫാറ്റി ലിവർ ഉണ്ടാവും. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടൽ അത്യാവശ്യമാണ്. അതിന്റെ ഒരു പരിണിത ഫലമാണ് അമിതവണ്ണം എന്ന് പറയുന്നത്. പിന്നെ ആശുപത്രികളിൽ ലക്ഷ്യങ്ങൾ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇന്ന് മുതൽ, അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ ഇത്ര ദിവസം നിങ്ങൾ എത്രത്തോളം ആക്റ്റീവ് ആയിരുന്നു എനിക്കറിയില്ല. നിങ്ങളുടെ കുറച്ച് ആൾക്കാരൊക്കെ വാട്സപ്പിലൊക്കെ ഫോളോ അപ്പുകളൊക്കെ അയച്ചിരുന്നു, ചെയ്തിരുന്നു. നിങ്ങൾക്ക് എത്രത്തോളം റിസൾട്ട് ഉണ്ടായിരുന്നു എന്നുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് കേൾക്കുമ്പോഴാണ് എനിക്കറിയാം. കുറച്ച് ആൾക്കാരൊക്കെ നല്ല ഫീഡ്ബാക്ക് പറഞ്ഞു. എങ്കിൽ തന്നെ ഞാൻ നിങ്ങളോട് ഒരു ലാസ്റ്റായിട്ട് വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തലാണല്ലോ ഇതൊക്കെ. ഇന്ന് മുതൽ ഞാനും നിങ്ങളും എല്ലാവരും ഒരു പ്രായോഗിക രീതിയിലേക്ക് കൊണ്ടുവരാം. ഒരു 10 കിലോമീറ്റർ ഓടണമെന്ന് ഞാൻ പറയുന്നില്ല. ഡെയിലി 1 കിലോമീറ്റർ സ്റ്റാർട്ട് ചെയ്ത് 2 കിലോമീറ്റർ ആക്കി 3 കിലോമീറ്റർ, ചെറിയ ചെറിയ മാറ്റങ്ങൾ, 1% ചേഞ്ച് ആറ്റ് എ ഡേ. ഭക്ഷണങ്ങളിലെ അളവ് കറക്റ്റായിട്ട് കാലറിയെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. നമ്മൾ രാവിലെ മോർണിംഗ് ആയിട്ട് ഹാല നടക്കുന്നുണ്ട്, എക്സസൈസ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യും. നമ്മൾ ടൈമർ വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. മൾട്ടിപ്പിൾ ആക്ടിവിറ്റികൾ കുറക്കുക. പകരം നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ അളവ് കുറച്ചിട്ട് പകരം പച്ചക്കറികളും സാലഡുകളും ധാരാളമായിട്ട് കഴിക്കുക. ഈ മധുരവും വറുത്തതൊക്കെ പൂർണ്ണമായിട്ട് നമ്മൾ കുറച്ച് സമയത്തിൽ ഒഴിവാക്കി റിസൾട്ട് ഉണ്ട് വരട്ടെ, ഐഡിയൽ വെയിറ്റിലേക്ക് വരട്ടെ. സോഫ്റ്റ് ഡ്രിങ്കുകൾ, ബേക്കറികൾ, പലഹാരങ്ങൾ എന്നിവ ഒക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനോട് വെറുപ്പുണ്ടാക്കുക. പിന്നെന്താ? വെള്ളം കുടിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, 20 കിലോക്ക് 1 ലിറ്റർ എന്നുള്ള രീതിയിലാണ് വെള്ളം കുടിക്കേണ്ടത്. പലപ്പോഴും വിശപ്പായി തെറ്റിദ്ധരിക്കുന്നത് നമ്മളെ ദാഹത്തെയാണ്. നമുക്ക് വെള്ളം കുടിക്കുന്ന സമയത്ത് ദാഹം, വിശപ്പ് വരുന്നതാണ് പല ആൾക്കാരും തിരിച്ചില്ല, ഒരിക്കലും ഇല്ല. പിന്നെ അതേപോലെ തന്നെ ഉറക്കം പ്രോപ്പറാക്കണം, കൃത്യമായി ഉറങ്ങണം. രാത്രി നേരത്തെ ഉറങ്ങുക, രാവിലെ നേരത്തെ എണീക്കുക. അടിപൊളിയായിരിക്കും, ഫ്രൂട്ട്ഫുൾ ആയിരിക്കും. നമുക്ക് ഓർഡർ ഉണ്ടാക്കൽ ആവശ്യമാണ്, ഷെഡ്യൂൾഡ് ആണ്. കാരണം പ്രകൃതി മുഴുവൻ ഷെഡ്യൂൾഡ് ആണ് ജീവിക്കുന്നത്. അപ്പൊ പക്ഷികളൊക്കെ കണ്ടിട്ടില്ലേ, രാവിലെ ഭക്ഷണം തേടിയിട്ട് യാത്ര ആവും, വൈകുന്നേരം ആര് പറഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്? ആര് പറയേണ്ട ആവശ്യം തിരിച്ചു വരുന്നു? പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഓർക്കുക, ഈ കാരണങ്ങൾ പറയുന്നത് ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് ഒരു വഴിയല്ല. ലക്ഷ്യമുള്ളവർ കാരണം പറയൂല. തിരക്കുണ്ട് എന്ന് പറയുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിക്കുക. നാളെ ഒരു രോഗം വന്നാൽ, ബുദ്ധിമുട്ട് വന്നാൽ ആരും ഉണ്ടാവില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് പൈസ അവർ പറഞ്ഞത് അടക്കേണ്ടി വരും. മടിയുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ നാളേക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കലും അടിച്ചിരുന്ന നാളത്തെ ജീവിതം മുഴുവൻ നമ്മളെ കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ ആരും ഉണ്ടാവില്ല. നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിലാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. വരും തലമുറക്ക്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ ഫാമിലിക്ക്, നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾക്ക് മാതൃകയാകേണ്ട ആളാണ്. നിങ്ങളെ തന്നെ റോൾ മോഡലാക്കുക. നിങ്ങളെ തന്നെ എക്സ്പീരിയൻസ്ഡ് പേഴ്സണാലിറ്റി ആക്കി മാറ്റുക. അങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവന്ന് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള, ഫിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാവാൻ നമുക്ക് കഴിയണം. അപ്പൊ അതിനുള്ള ഒരു മാറ്റമാവട്ടെ ഇനി വരും ദിവസങ്ങളിൽ എന്ന് വളരെ വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കണം. ഇനി കുറച്ച് ആൾക്കാരുടെ എക്സ്പീരിയൻസ് കേൾക്കണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ ആരൊക്കെ ഉള്ളത്? പോളേട്ട